ഹായ് ഹലോ നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം തന്നെ ഹാപ്പി മ്യൂസിക് ഡേ. അപ്പോൾ ഇന്ന് മ്യൂസിക് ഡേ ആണ്. സംഗീതത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മ്യൂസിക് ഡേ ആയിട്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ വേണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേരെ നമ്മുടെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മ്യൂസിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടിയുള്ളത് ദീപയാണ്. ഇന്ന് ഈ ഒരു മ്യൂസിക് ഡേ സ്പെഷ്യലായിട്ട് നമ്മളോടൊപ്പം രണ്ട് പേരുണ്ട്. രണ്ടും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു ഫാമിലി ഉള്ളതാണ്. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് ആലപ്പുഴയിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഓണറും അതുപോലെ തന്നെ വൈഫും ഉണ്ട് കേട്ടോ. അപ്പം രണ്ടുപേരും നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പം ബിജു ചേട്ടൻ, ബിജു വർഗീസ് ആൻഡ് സ്മിത ബിജു. ഹലോ. ഹലോ ബിജുചേട്ടാ, സ്മിത ചേച്ചി, നമ്മുടെ മ്യൂസിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് രണ്ടുപേരെയും വെൽക്കം ചെയ്യുന്നു. എന്താണ് സുഖമായിട്ടിരിക്കുന്നോ രണ്ടുപേരും? ബിജുചേട്ടൻ ഇങ്ങനെ പാടാനും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാൻ തോന്നുന്നു ഒരു ഇരിപ്പ് കണ്ടിട്ട്. ഓക്കെ, പറയൂ. ഇന്ന് മ്യൂസിക് ഡേ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബിജുചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ബിജുചേട്ടാ, എന്താണ് ബിജുചേട്ടൻ ചെയ്യുന്നത്? സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്നല്ല രണ്ടല്ല 8 ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഒരാളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ പറഞ്ഞോളൂ. 8 ഇൻസ്ട്രുമെന്റ് ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. 8 ഇൻസ്ട്രുമെന്റ് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. അതിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കീബോർഡാണ്. സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുന്ന കീബോർഡാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ആ 8 ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഞാനൊരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എക്സ്ട്രാ ഞാൻ സ്റ്റേജിൽ വായിക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിച്ചേട്ടാലോ? ഇപ്പൊ മനസ്സിലായാണ് എല്ലാവർക്കും എന്താണ് ആ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത്. നമ്മുടെ CID മൂസയിലെ ദിലീപിനെ ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് പലർക്കും അറിയില്ല. എന്താണത്? അതെ, ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് അക്കോർഡിയൻ എന്നാണ്. CID മ്യൂസിക്കകത്ത് ദിലീപ് ഇത് വായിച്ചപ്പോഴാണ് എല്ലാവരും ഈ ഇൻസ്ട്രുമെന്റിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ഇത് കേരളത്തിൽ പണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഇതൊരു അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റ് ആണ്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് കൂടുതൽ വന്നപ്പം ആരും ഇത് ഉപയോഗിക്കാതായതാണ്. അപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടുകാർ എനിക്കിത് ഗിഫ്റ്റായിട്ട് മേടിച്ചതാണ് ഈ ഇൻസ്ട്രുമെന്റ്. ശരി. അപ്പം ആ ഇൻസ്ട്രുമെന്റ് ഞാൻ ഒരു പ്രാവശ്യം സ്റ്റേജിൽ വായിച്ചപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടപ്പം നന്നായി ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ 10-15 വർഷമായിട്ട് ഞാൻ അക്കോർഡിയൻ വായിക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഫസ്റ്റ് പാടിയെന്ന് പറഞ്ഞല്ലോ, ഇതിൽ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുൻപ് ഇത് പഠിച്ചിട്ടില്ലേ? ആക്ച്വലി ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കീബോർഡോ ഹാർമോണിയോ ഒക്കെ വായിക്കുന്ന ആ ഒരു ടാലൻറ്റ് മതി. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളിതിൻ്റെ കുറച്ച് കീസ്, ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ വേറെ കുറച്ച് കോഡ് വായിക്കുന്ന കീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ പഠിക്കണം. ഓക്കെ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ശരി. അപ്പം ഇത്രയും വർഷമായിട്ട് ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം സ്മിത ചേച്ചി ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സിംഗറാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 വർഷമായിട്ട് പ്രൊഫഷണൽ സിംഗേഴ്സിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. അതിന്റെ പേര് സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിഗംഭീരമായി പാടുന്ന ഒരാളാണ്. അപ്പൊ സ്മിത ചേച്ചിയിലേക്ക് നമുക്ക് പോകാം. ബിജുചേട്ടനിലേക്ക് ഞാൻ വരാം. ഓക്കെ. അപ്പൊ സ്മിത ചേച്ചി പറയും, എന്താണ് ഇന്നൊരു മ്യൂസിക് ഡേ ആണ്. അപ്പം ഈ ഒരു സംഗീതം എത്ര നാളായിട്ട് ഇത് തുടർന്നുകൊണ്ട് വരുന്നു? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ പ്രൊഫഷണൽ വേദികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് ഞാൻ അങ്ങനെ പാടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണൽ ഫീൽഡിലാണ്, സിംഗറാണ്. എല്ലാ ടൈപ്പ് സോങ്സും നമുക്ക് പാടേണ്ടി വരും. പിന്നെ ഞാൻ ഒരു ടീച്ചർ കൂടിയായിരുന്നു. ഞാനൊരു 18-20 വർഷത്തോളം ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ സാഹചര്യങ്ങളുടെ ഒരു ഇതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. എങ്കിലും കൂടുതൽ ഈ ഗാനമേള ഫീൽഡിൽ തന്നെയാണുള്ളത്. എങ്കിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിലെ ടീച്ചറായിരുന്നു, അത് ഞാൻ റിസൈൻ ചെയ്തതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ ഒരു സംഗീതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. പിന്നെ അതാണ് നമ്മുടെ ലൈഫ്. അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീട്ടിലാവുമ്പോഴേക്കും അത് പ്രത്യേകിച്ച് നമുക്കൊരു സന്തോഷമാണ് അല്ലേ? എങ്ങനെയാണ് ഒഴിവ് സമയങ്ങളിൽ രണ്ടുപേരും പാട്ട് പാടുകയും അതുപോലെ ചേട്ടൻ ഇൻസ്ട്രുമെന്റ് വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം അതാണ്. രണ്ടുപേരും മ്യൂസിക് ഫീൽഡിലായതുകൊണ്ട് ഫുൾ ടൈം ഇതിൽ തന്നെ ആയിരിക്കുന്നത്. അങ്ങനെ സത്യത്തിൽ അങ്ങനെ അല്ല. നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും ക്രിയേഷൻസ് ഒക്കെ വരാറുണ്ട്. എന്തെങ്കിലും ചെയ്യാറും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അല്ലാതെ ഫുൾ ടൈം അങ്ങനെ ഒരാളുള്ളപ്പോൾ ഒരാൾ ഉണ്ടാവാറില്ല. സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ പോകുന്നത്.
പിന്നെ സ്റ്റുഡിയോ ഉണ്ട് അല്ലേ? സ്റ്റുഡിയോ ഉണ്ട്, ഞങ്ങൾക്കൊരു മ്യൂസിക് സ്റ്റുഡിയോ ഉണ്ട്. ബിജു വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ കെട്ടിപ്പടുത്ത സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഹോം സ്റ്റുഡിയോ എന്ന് പറയുന്നത് തന്നെ ആദ്യം ആലപ്പുഴയിൽ ഉള്ളത് ബിജുവിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ട്. ആദ്യം ബിജു തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ രണ്ടുപേരും, അതായത് ഒരു വീട്ടിലെ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഒരു കലാ ഫീൽഡിലേക്ക് ഇതെങ്ങനെ സംഭവിച്ചു? വിജയേട്ടനോടാണ് ചോദ്യം. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരു ട്രൂപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. പാട്ടുകാരി അങ്ങ് കൂടെ കൂട്ടാന്ന് വിചാരിച്ചു അല്ലേ? സെയിം ഫീൽഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഡിഫറെന്റ് ഫീൽഡ് ആകുമ്പോഴത്തേക്ക് അത്രയും ഇത് വരത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ യാത്രയിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വരിക, അല്ലെങ്കിൽ കൂടെ ആളുള്ളപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാനും പറ്റുമല്ലോ. അതെ, അങ്ങനെ തുടങ്ങിയ ഒരു ജേണിയാണല്ലേ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടൻ ഈ അക്കോർഡിയനിൽ ആദ്യമായിട്ട് വായിച്ച പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ വായിച്ചത് അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള ഗാനമാണ്. റോസി എന്ന ചിത്രത്തിലെ ആ ഗാനം യേശുദാസിനോടും ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആള് ചോദിച്ചപ്പം കുറച്ച് പാട്ടുകൾ, ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയാൻ പറഞ്ഞപ്പം അദ്ദേഹവും ആദ്യം സെലക്ട് ചെയ്തത് അല്ലിയാമ്പലാണ്. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം ആയതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരായതുകൊണ്ടും അല്ലിയാമ്പൽ, നമ്മൾ 3 പേരും ആലപ്പുഴക്കാരായതുകൊണ്ട് ദീപ അമ്പലപ്പുഴയാണല്ലോ, അപ്പൊ അതിലൊരു ആയുണ്ട്. ഓക്കെ, അപ്പൊ അല്ലിയാമ്പൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഞാനത് അക്കോർഡിയനിൽ ഇച്ചിരി വായിക്കാം. സൂപ്പർ, നല്ല രസമുണ്ട് കേട്ടോ അത് കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും ഇത് കൂടുതൽ ഇപ്പൊ പഠിക്കാനായിട്ട് വരുന്നുണ്ടോ? അക്കോർഡിയൻ വായിക്കാൻ വേണ്ടി അങ്ങനെ അധികം കുട്ടികൾ വരാറില്ല. കാര്യം അക്കോർഡിയൻ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അക്കോർഡിയൻ സ്വന്തമായിട്ട് വേണം. നമുക്കൊരു കീബോർഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തിരുന്ന് കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. അക്കോർഡിയൻ ആകുമ്പോൾ അവരവരുടെ ദേഹത്ത് തന്നെ ഇത് ബെൽറ്റ് ഇട്ടിങ്ങനെ വെക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അക്കോർഡിയനിൽ തന്നെ ഒരു കുട്ടിക്കും കൂടെ എക്സ്ട്രാ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ഒരുമാതിരി എല്ലാ മ്യൂസിക് ഷോപ്പുകളിൽ നമുക്കിതിപ്പോൾ അക്കോർഡിയൻ അവൈലബിൾ ആണ്. ഞാൻ അത് തുടങ്ങിയ സമയത്തൊന്നും ഇതൊന്നും മ്യൂസിക് ഷോപ്പുകാർ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതിപ്പം ഇതിന് വെയിറ്റ് ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കിയിടുന്നു, വെയിറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഷോൾഡറിൽ അതിന്റെ വെയിറ്റ് വരത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആണല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് അവർ ആ ഒരു വെയിറ്റ് നമ്മളുടെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെയിറ്റ് നമുക്ക് പ്രശ്നമല്ലാത്ത രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പ്ലേ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ. ഇപ്പൊ ബീച്ചേട്ടൻ വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്? ഇപ്പൊ കീബോർഡ്, അതുപോലെ അക്കോർഡിയൻ, പിന്നെ ഫ്ലൂട്ട് ഉണ്ടല്ലേ? ഫ്ലൂട്ട്, ഗിറ്റാർ, വയലിൻ, ഡ്രംസ്, അങ്ങനെ അതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 8 ഇൻസ്ട്രുമെന്റോളം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 8 ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിലെല്ലാത്തിലും ഒരു പ്രൊഫഷണൽ ലെവലിലോട്ടുള്ള പ്ലേയിങ് എനിക്കില്ല. അതിൽ കീബോർഡ് മാത്രമേ എനിക്ക് അങ്ങനെ കീബോർഡും അക്കോർഡിയൻ അതൊക്കെ ഉള്ളൂ പ്രൊഫഷണലായിട്ട്. ബാക്കിയുള്ളതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അങ്ങനെ ആകുന്നതാണ്. ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ട്? മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തോളമായി. 35 വർഷത്തോളമായി. ഓക്കെ. അപ്പം പാട്ടും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ സ്മിത ചേച്ചി? ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ഫാമിലി പിന്നെ എങ്ങനെയാണ്? ഫാമിലി വീട്ടിൽ വേറെ കുട്ടികൾ? വീട്ടില് ഞങ്ങൾക്ക് 2 പേരാണ് മക്കള്. മൂത്തത് മോളാണ്, അവള് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മോനാണ് പഠിക്കാൻ പോയേക്കുന്നു. രണ്ടുപേരും ഇൻട്രസ്റ്റ് ഉണ്ടോ പാട്ടിനോട്? പിന്നെ 2 പേരും ടാലന്റഡ് ആണ്. മോന് ബേസ് ഗിറ്റാർ, ഡ്രം, പിന്നെ റെക്കോർഡിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്,
കീബോർഡ് ഒക്കെ ചെയ്യും. മോള് നന്നായിട്ട് പാടുന്ന ഒരാളാണ്. സ്കൂൾ തലത്തിലും അവരുടെ കോളേജ് ലൈഫിലും ഒക്കെ അവർ മാക്സിമം പെർഫോം ചെയ്യേണ്ടടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു 6ാം ക്ലാസ് മുതലാണ് പാട്ട് പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ അതിനു മുൻപ് പഠിച്ചിട്ടുണ്ടോ പാട്ട്? പഠിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്നെ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. വീട്ടിൽ എൻ്റെ വല്യച്ഛനുണ്ടായിരുന്നു, പുള്ളിയാണ് കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ ഒരു സാറ് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കൽ 10-14 വർഷത്തോളം പഠിച്ചു. ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു 9th സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഗാനമേള ശരിക്കും നല്ല. മറ്റേത് എൻ്റെ കുട്ടിപ്രായമാണല്ലോ, 6th 7th എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ കുഞ്ഞി പാട്ടുകളൊക്കെയാണ്. കണ്ണാതുമ്പി പോരാമോ അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ്. ചെപ്പ് കിലിക്കണ ചങ്ങാതി അങ്ങനത്തെ പാട്ടുകളൊക്കെ. പിന്നെ അല്ലാതെ പ്രൊഫഷണൽ സിംഗർ എന്ന ലെവലിലേക്ക് ഞാൻ പോകുന്നത് 9th തൊട്ടാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കർണാട്ടിക് മ്യൂസിക്കിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്ത ആളാണ് ഞാൻ. പിന്നെ ലൈവ് ഇങ്ങനെ മ്യൂസിക്കുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതാണ് ഈ പ്രായക്കുറവിന്റെ രഹസ്യം അല്ല. മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന എപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, ഇപ്പൊ ചേച്ചിയാണെങ്കിലും മ്യൂസിക്കിലൂടെ പോകുന്നു. അതിപ്പോ മാത്രമല്ല, ഇപ്പം അന്നത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോ ഇപ്പൊ അതായത് മുന്നിലത്തെ ഇപ്പം കുറെ വർഷമായല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. അന്നും ഇന്നും കൂടി എടുത്ത് നോക്കുമ്പോഴേക്കും ഗാനമേളക്കാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കരിയറിനെ അത് എന്തെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ആക്ച്വലി മ്യൂസിക് ഫീൽഡിലുള്ള എല്ലാവരും ഭയങ്കര അപ്ഡേറ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. അവരുടെ അപ്പിയറൻസിലാണെങ്കിലും സിംഗിങ് വോയിസ് ആണെങ്കിലും. കാരണം പുതിയ പുതിയ ട്രെൻഡിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് പോയാലേ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും അത് കീപ്പ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ സോങ്സും പഴയ സോങ്സും എല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പം 2 കാര്യങ്ങളും നമുക്ക് ചെയ്തേ പറ്റൂ. കാരണം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ 2 ഡിഫറെന്റ് ടൈപ്പ് ആളുകളായിരിക്കും. 2 ആവശ്യക്കാരും ഉണ്ടാവും, 2 തരത്തിലുള്ള ആവശ്യക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ വില്ലിങ് ആയിരിക്കുക എന്നുള്ളതാണ്. അതെ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? എന്തായാലും പറഞ്ഞതല്ലേ, പിന്നെന്താ. അപ്പൊ എന്താണ്, ഏത് ടൈപ്പാണ് പാടാൻ പോകുന്നത്? ഏത് ടൈപ്പാ വേണ്ടതെന്ന് മ്യൂസിക് ഡേ ആണ്. ഇപ്പൊ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള അല്ലെ, ഒരു സെമി ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സോങ് ആവട്ടെ. ഓക്കെ, നല്ല കാര്യം, എനിക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഏത് പാട്ടാ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഞാൻ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ഫിലിമിലെ നാദങ്ങളാ നീ വരുന്ന സോങ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. ഓക്കെ. മധുര മധുര സ്വരനുരകൾ നിറയുമകതളിരിൽ വിളയുമൊരു താളം, ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. ഗരി ഗരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ. രി സനി രി സനി പ ഗ പനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ. മധുര മധുര സ്വരധുരകൾ നിറയുമകതളിരിൽ വിളയുമൊരു താളം, ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. മോഹം പുളകതരമോദം, മോഹം പുളകതരമോദം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. വേൾഡ് മ്യൂസിക് ഡേയോടനുബന്ധിച്ച് ഇന്ന് നമ്മളോടൊപ്പം 2 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ ബിജു വർഗീസ്, അതുപോലെ തന്നെ സ്മിത ബിജു. ഇവർ 2 പേരും നമ്മുടെ ആലപ്പുഴ ഗോൾഡൻ ബീറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ അവിടെ സ്കൂൾ ഓഫ് മ്യൂസിക് നടത്തുന്ന ആൾക്കാരാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം നമ്മുടെ സ്മിത ചേച്ചിയുടെ ഒരു അടിപൊളി പാട്ട് നമ്മൾ കേട്ടു. എത്ര രസമായിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു പാട്ടെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പം എളുപ്പമാണെന്നൊക്കെ തോന്നും, പക്ഷെ പാടി വരുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ സ്റ്റേജിൽ പോകുമ്പോഴൊക്കെ പല പല സമയങ്ങളിലാണല്ലോ ഈ പ്രോഗ്രാം. ചില സമയത്തൊക്കെ നമ്മൾ ലൈവ് ചെയ്യേണ്ടവരാണ്. ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ സോങ് ഒക്കെ ആദ്യത്തെ പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും ആയിരിക്കും. ഇത് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു റിലീഫ് കിട്ടുന്നത്. ടെൻഷൻ ഫ്രീ ആണ്. സംഗതികള് സ്വരങ്ങളൊക്കെ വരും. പിന്നെ അത് മാത്രമല്ല പല ടൈപ്പ് ഓഫ് സോങ്സ് പാടേണ്ടി വരും. അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ഒരു പാട്ട് കേട്ട് അഡിക്റ്റ് ആയതാണ് നമ്മുടെ ബി ചേട്ടൻ, ആണോ ചേട്ടാ? അല്ലേ? ഈ പാട്ടുകളൊക്കെ കാരണം സ്മിത ചേച്ചി അത്രയും മനോഹരമായിട്ട് നല്ല വോയിസ്
എനിക്ക് ജാനകി അമ്മയുടെ ഒക്കെ ആ ഒരു വോയിസ് ആയിട്ട് നല്ലൊരു സാമ്യം തോന്നി, പഴയകാല വോയിസേ. അദ്ദേഹത്തിന് ഞാൻ പുള്ളിക്കാരിയുടെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പുള്ളിക്ക് ഓരോ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ കഴിവുണ്ട്. ഇപ്പൊ പാടിയ നാദങ്ങളായി എന്നുള്ള പാട്ടുമായിട്ട് പുള്ളിക്ക് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഹിന്ദി സോങ് ആണ് പാടുന്നെങ്കിൽ ആ ഹിന്ദി ഒരു സ്ലാങ്ങും വോയിസ് സിമിലാരിറ്റി വരത്തക്ക വിധം പുള്ളി അത് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പം മിമിക്രി ആണല്ലേ, രണ്ടും കൂടിയാണ്. മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ആ ഒരു വോയിസ് സാമ്യം ഉണ്ടാകുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് ആ ബേസ് അല്ലെങ്കിൽ ആ ഒച്ചയിൽ കേൾക്കുന്നത് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം മനുഷ്യൻ അങ്ങനെയാണല്ലോ. അപ്പം പ്രത്യേകിച്ച് പാട്ടുകൾ അല്ലെ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ ജാനകിയമ്മയുടെ ശബ്ദം അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ ശബ്ദം, സുജാത ചേച്ചി, ആ ഒരു ശബ്ദത്തിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സുഖമാണ് ആ പാട്ടിന്. അതെ അതെ അതെ, ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു അവരൊക്കെ അങ്ങനെ തന്നെ മാക്സിമം ഇമിറ്റേറ്റ് ചെയ്ത് പാടാനായിട്ട് ഈ പ്രൊഫഷണൽ വേദികൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. കാരണം മാക്സിമം ട്രൈ ചെയ്യും. ചിലപ്പോൾ 100% ആകണമെന്നില്ല, എന്നാലും നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്യും അതേ ടോണിൽ. കാരണം ജനം അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് ശീലിക്കുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സിംഗേഴ്സിനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പാടുന്ന സിംഗേഴ്സ് ആണെങ്കിൽ അവർ ഓരോ സോങ്ങും ആ ടോണിലും ആ രീതിയിലും തന്നെ പാടാനായിട്ട് ശ്രമിക്കും. ഗാനമേളയുടെ ഒരു കാര്യം അങ്ങനെയാണല്ലോ, നമുക്ക് ഒറ്റ ചാൻസും ആണുള്ളത് സ്റ്റേജിൽ. നമുക്ക് കറക്റ്റ് ചെയ്യാനോ ഇച്ചിരി ഭംഗിയായിട്ട് പാടിക്കൊടുക്കാനോ ഒരു അവസരം ഇല്ല. പോയാ പോയി. അപ്പൊ അവരുടെ അഭിപ്രായം ഒറ്റ ചാൻസിലാ വരിക. അങ്ങനെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട, അതായത് ഒരുപാട് പാട്ടുണ്ടാവും, എന്നാൽ ആദ്യമായിട്ട് ഒരുപാട് പേര് നിറഞ്ഞ കയ്യടിയോടെ തന്ന ഒരു പാട്ട് ഏതായിരുന്നു? ഞാൻ എൻ്റെ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് അങ്ങനെ കുറെ സ്റ്റേജുകൾ ഓർമ്മിക്കാനുള്ളത്, ഞാൻ ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്രയിലാണ് 9th 10th പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ പാടുന്ന സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ മൗന സരോവരം, രാജഹംസമേ, അങ്ങനെ നമുക്ക് എടുത്താൽ പോകാത്ത പാട്ടുകളൊക്കെയാണ് അന്നുള്ളത് അന്നത്തെ കാലത്ത്. ഇപ്പൊ ഫസ്റ്റ് സോങ് പോകുന്നു അതാ. അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞെങ്കിൽ ഇപ്പൊ 2 മണിയോ 1 മണിയോ ഒക്കെ. ഇപ്പോഴാണല്ലോ നമുക്ക് 10 മണിക്കുള്ളിൽ പ്രോഗ്രാംസ്, സൗണ്ട് പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ ലേറ്റ് ആയിട്ട് പാടുമ്പോൾ ഇത്തരം സോങ്സ് പാടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. നമ്മുടെ ടോൺ ചേഞ്ചും സ്വരം അടയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഈ രാജഹംസം എന്ന പാട്ടൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇപ്പോഴും ഞാൻ അങ്ങനെ ഓർത്തിരിക്കുന്ന കുറെ വേദികളും അങ്ങനെയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് കാണുന്ന ഇന്നത്തെ അത്ര രീതികളല്ല. ഇന്ന ആളുകൾ അത്രയും ഇല്ല എന്ന് തന്നെ പറയാം. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൊബൈലിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നോക്കം കുറെ പോയിട്ടുള്ളത്. വലിയ പുതുമയൊന്നും ആളുകൾക്കില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആഘോഷ സമയങ്ങളൊക്കെയാണ് ജനത്തിന് ഒരു ആവേശമാണ്. നമുക്ക് പ്രത്യേകിച്ച് ബ്ലൂ ഡയമണ്ട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പ്രിപ്പയർഡ് ആയിട്ട് റെഡിയായിരിക്കുന്ന സമയങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ അത്രയും ആളുകളുടെ മുമ്പിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ള ഞാൻ പാടുന്ന പാട്ടുകളായിട്ട്. പാലപ്പൂവേ, അങ്ങനെയുള്ള പാട്ടുകൾ. അപ്പോൾ നമുക്ക് മിക്ക സ്റ്റേജുകളിലും പാടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു പഴയ പാട്ട് കേട്ടാലോ? ഇപ്പം ആ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ബീച്ചേട്ടൻ പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുമ്പം ഏത് സോങ് ആണ് ഇപ്പൊ ബീച്ചേട്ടൻ പറയാം, ഏത് പാട്ട് കേൾക്കണം? താനേ തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിമനോഹരമായ പാട്ട് അല്ലേ? അതെ അതെ. താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന് പറയുമ്പോൾ തന്നെ ആ തിരിഞ്ഞും മറിഞ്ഞുമായിട്ട് തോന്നുന്നു എനിക്ക് എപ്പോഴും. അതെ, ചേച്ചി പാടുമോ? ഓക്കെ, അപ്പൊ എന്തായാലും കേൾക്കാം. ചേച്ചി ട്രൈ ചെയ്യാം. ജാനകിയമ്മ പാടി അനശ്വരമാക്കി വെച്ചിരിക്കുന്ന പാട്ടാണ്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ. സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
വിരിച്ചിട്ട സുന്ദരവിൻ മലർ തൂവിരിപ്പിൽ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവിൻ മലർ തൂവിരിപ്പിൽ മധുവിധുരാവിനാൽ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരീന്തി മധുവിധുരാവിനാൽ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരീന്തി താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേയോട് അനുബന്ധിച്ച് റേഡിയോ മാക് ഫാസ്റ്റിൻ്റെ ലിസണേഴ്സിൻ്റെ കൂടെയുള്ളത് ആലപ്പുഴയിൽ നിന്ന് ഞാൻ ബിജു വർഗീസ്, ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ് ഓർക്കസ്ട്ര. അതിൽ പാടുന്ന എൻ്റെ വൈഫ് സ്മിത ബിജു. എല്ലാവർക്കും വേൾഡ് മ്യൂസിക് ഡേയുടെ ആശംസകൾ. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് അങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞങ്ങ് കേറിയല്ലേ? അതെ അതെ ആ താനെ തിരിഞ്ഞു മറിഞ്ഞതിന്റെ ഒരു ഹാങ് ഓവറിലാണോ? അതെ അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ വീച്ചേട്ടാ വേറെ എന്താണ് ഇപ്പം ഫ്യൂച്ചർ എന്തെങ്കിലും സ്വപ്നങ്ങളോ? അതായത് ഇപ്പൊ തന്നെ മ്യൂസിക് ആണ് ഫുള്ള്, ലൈഫ് ഫുള്ള് മ്യൂസിക് ആണ്. അപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്. എല്ലാ സ്കൂളുകളിലും മ്യൂസിക് ഒരു സബ്ജക്റ്റ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഇപ്പൊ ആലപ്പുഴ എന്നൊരു സ്ഥലം ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവിടെ വരുന്ന എല്ലാ ഫോറിനേഴ്സിനും ഗിറ്റാറോ കീബോർഡോ ഒക്കെ വായിക്കാൻ, വയലിനോ ഒക്കെ വായിക്കാൻ അറിയുന്ന ഫോറിനേഴ്സാണ് അവിടെ കൂടുതൽ വരാറുള്ളത്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ സ്കൂളുകളിൽ കുഞ്ഞുനാൾ മുതൽ ഇവരെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഒരു മ്യൂസിക് ഒരു സബ്ജക്റ്റായിട്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നതായിട്ടും അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ സ്കൂളുകളിലും. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ്, തയ്യല്, പിന്നെ ഡ്രില്ല്, അങ്ങനെ ഡ്രോയിങ്, അങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാത്തിനും കൂടെ ഏതെങ്കിലും ഒരു പോസ്റ്റേ ഉള്ളൂ ആക്ച്വലി. അത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോന്നുള്ളത്. അതായത് ഒരു പോസ്റ്റ് ഉണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ അതൊരു കൃത്യമായിട്ട് അത് പോകുന്നുണ്ടോ? CBSE സ്കൂളിലുണ്ട്. CBSE സ്കൂളുകളിൽ മ്യൂസിക് ഒരു ഇത് തന്നെ ഉണ്ട്. മ്യൂസിക് ടീച്ചർ ഉണ്ടാവണം, ഡാൻസ് ടീച്ചർ ഉണ്ടാവണം. ഗവൺമെന്റ് സ്കൂളുകളിലും ബാക്കിയുള്ള സ്കൂളുകളിലെല്ലാം കുഞ്ഞുനാളിൽ മുതലേ ഇവരെ പഠിപ്പിച്ചാൽ തന്നെ കുറെ വേറെ ആക്ടിവിറ്റീസിലൊക്കെ പോകാതെ തന്നെ ഇവർ കുറെ ഇതിന്റെ പുറകെ പ്രാക്ടീസ് ഒക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ അക്കോർഡിയനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം നമുക്ക് അതിന് വേണ്ടി വരും. വേറൊരു അതർ ആക്ടിവിറ്റിയിലോട്ടൊക്കെ പിള്ളേർക്ക് പോകാതെ മ്യൂസിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വേറൊരു ടൈപ്പ് ലഹരിയാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ്. ഉദ്ദേശിച്ച അതർ ആക്ടിവിറ്റി ഒരു അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ പോകാതെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേരൻസ് ആ കാര്യത്തിലൊക്കെ കൂടുതൽ പിള്ളേർക്ക് മ്യൂസിക് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കലാകാരന്മാർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും, പിള്ളേർക്കും ഗുണമുണ്ടാവും, ഈ നാടിനും ഗുണമുണ്ടാവും. അതാണ് മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത തന്നെ. കാരണം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. അല്ല, മ്യൂസിക് അറിയാവുന്ന അല്ലെ ഒരു കലാകാരന് ഒരിക്കലും ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാളായിരിക്കില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അപ്പൊ അവരുടെ ചിന്താഗതികളും എല്ലാം അത്തരത്തിലായിരിക്കും. ഈ ക്രൂര ചിന്താഗതികളിലോട്ടൊന്നും പോകാത്ത രീതിയിലുള്ള കലയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ഗുണമാണ്. അതെ, ബിജേട്ടൻ പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വളരെ നല്ല മനസ്സും അല്ലേ, നമുക്ക് സന്തോഷം തരുന്നതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ സ്മിത ചേച്ചിയെ കൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷം ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിച്ചാലോ? അപ്പൊ നമുക്ക് ഒരു തമിഴ് സോങ് കേൾക്കാം. ഒരു തമിഴ് സോങ് പാടുവോ? തീർച്ചയായിട്ടും പാടാം. ഏതാ? ഞാൻ അങ്ങനെയാണെങ്കിൽ റോജയിലെ പാട്ട് പാടാം. അങ്ങനെയാണ് കൂടെ ഞാൻ എന്റെ കൂടെ ഇച്ചിരി അക്കോർഡിയൻ കൂടെ വായിക്കാം. പിന്നെന്താ, നടക്കട്ടെ, രണ്ടുപേരും കൂടി തകർത്തോളൂ. ഓക്കെ.
சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சௌகங்களை எல்லாம் விட்டுவிட ஆசை கார்குழலில் உலகை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை दिल है छोटा सा छोटी सी आशा मस्ती भरे मन की भोली सी आशा അപ്പൊ രണ്ടുപേരും കൂടി തകർത്ത് തിമിർത്ത് അല്ല ഇന്നത്തെ മ്യൂസിക് ഡേയിൽ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി. അപ്പൊ ഒരുപാട് എനിക്ക് സന്തോഷം, കാരണം ഈ ഒരു പാട്ടിന് ഒന്നാമത് ഒരു സ്പെഷ്യൽ ഉണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സുഖം. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയ ഒരു ഫീല്, പ്രത്യേകിച്ച് നമ്മൾ ആലപ്പുഴക്കാർക്ക് ആ ഒരു അല്ലേ ഒരു കായലിലൂടെയൊക്കെ യാത്ര ചെയ്ത ഒരു ഫീൽ ആ ഉണ്ടായിരുന്നു. മൂവി ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ പാട്ടിന്റെ ഓരോ വരികളും നമുക്ക് ആ മൂവിയുടെ ഇത് നമുക്കറിയാൻ പറ്റും. ആ വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ട് ഓരോ വരിയിലും. അതെ അതെ അതെ, അത്രയും എല്ലാവരും ജനം ഇഷ്ടപ്പെട്ട സോങ് ആണ്. അതെ അതെ, മിൻമിനി ചേച്ചി ആ അതെ അതെ തീർച്ചയായും. ഇപ്പൊ അതുപോലെ സ്മിത ചേച്ചി, ഇപ്പൊ നമ്മൾ പാട്ടായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പൊ മുൻപും ഇത്രയും വർഷമായിട്ട് നമ്മൾ അത് ആ ഒരു ഫീൽഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കും, ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എഴുതി വെച്ച് അതിന്റെ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് പാട്ട് പഠിക്കുന്നത്. ഇപ്പം ഫോൺ വന്നതിന് ശേഷം ലിറിക്സ് ഒക്കെ ഫോണിൽ നോക്കി അപ്പൊ അങ്ങനെ അപ്പൊ എഴുതി പഠിച്ചോണ്ടിരുന്ന പാട്ടും ഇല്ലെങ്കിൽ ഇപ്പൊ വരുമ്പോഴും അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? ഈ ലിറിക്സ് ചിലതൊക്കെ വരിക എന്ന് പറയുന്നത് അതിന്റെ ഓർഡറിനൊന്നും ആയിരിക്കില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഓർക്കസ്ട്രയുടെ കൂടെയൊക്കെ പാടുമ്പോൾ ആ കൃത്യം ഓർഡർ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഓർക്കസ്ട്രേന്റെ വഴിക്ക് പോകും, നമ്മൾ വേറൊരു വഴിക്ക് പോകുമല്ലോ. അപ്പൊ എഴുതി പഠിക്കുന്നതിന്റെ ആ ഒരു കൃത്യത അങ്ങനെയാണ്. പിന്നെ ചില വരികളുടെ ടോൺ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇപ്പോൾ ഹസ്കി ആയിട്ട് പാടണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ആദ്യമേ തന്നെ നോട്ട് ചെയ്തിട്ട് അത് കൃത്യം അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് വരികൾ വരുമ്പോൾ വരി മാത്രമാണ് വരിക. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് പാട്ടിലും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പല പ്രാവശ്യം പാട്ട് കേൾക്കും അല്ലെ, ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം കേൾക്കും, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പണ്ട് ടേപ്പ് റെക്കോർഡറൊക്കെ വെച്ചിട്ടാണ്. അതെ അതെ, അപ്പൊ ബാക്ക് അടിച്ച് പലവട്ടം ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയാണ് അതനുസരിച്ചിട്ട്. ഇപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഫീൽഡ് ആണെങ്കിലും ബി ചേട്ടാ, അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ എന്തൊക്കെയാണ് പഴയതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും പിന്നെ കൂടുതൽ പ്രോഗ്രാംസ് ഇപ്പൊ വരുന്നുണ്ടോ, അതോ പണ്ടായിരുന്നോ കൂടുതൽ പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരുന്നത്? ഇപ്പോഴും പ്രോഗ്രാമിന്റെ എണ്ണത്തിലൊന്നും കുറവൊന്നുമില്ല. പ്രോഗ്രാം അന്നും ഇന്നുമൊക്കെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ ആർട്ടിസ്റ്റുകൾ കൂടുതലായപ്പോഴത്തേക്ക് ഉള്ള പ്രോഗ്രാം ഡിവൈഡ് ചെയ്ത് പോയി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു കണ്ടെത്തൽ അങ്ങനെയാണ്. ആർട്ടിസ്റ്റുകൾ കൂടുതലുണ്ട്.
ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ അതും നല്ല ഇപ്പം വളർന്നു വരുന്ന ചില പിള്ളേരുടെയൊക്കെ പ്ലേയിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാര്യം പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കുട്ടികളൊക്കെ നല്ല പ്രൊഫഷണലായിട്ട് വായിക്കാൻ തക്കവണ്ണമുള്ള കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവരൊന്നും കാണത്തില്ല. ഇവരെല്ലാം ഈ നാട് വിട്ടു പോവുകയോ വേറെ എന്തോ ജോലിക്കൊക്കെ പോവുകയാണ്. അല്ലാതെ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കുട്ടികളെ അധികം കാണാറില്ല. ഒത്തിരി കുട്ടികളെ എനിക്കറിയാം, എൻ്റെ അടുത്ത് പഠിക്കുന്നവരും നമ്മുടെ ഗോൾഡൻ ബീച്ച് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും അവർ ആദ്യം മിക്കവാറും എല്ലാവരും വായിക്കുന്ന അവരുടെ സ്കൂൾ ലെവലിലൊക്കെ വായിക്കുക, കോളേജ് ലെവലിൽ വായിക്കുക. ആ സമയത്ത് അവർ ബാൻഡ് തുടങ്ങുക, കുറേ നാൾ ആ ബാൻഡിൽ നന്നായിട്ട് പ്ലേ ചെയ്യുക, പിന്നെ ഇവരെ കാണാറില്ല. അവർ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിലോട്ട് പോകണം. അതിന്റെ മെയിൻ കാരണം അവർക്ക് ഇവിടെ തന്നെ നിൽക്കാനുള്ള മറ്റ് സാധ്യതകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് റെക്കോർഡ് സ്റ്റുഡിയോ, നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് പോലുള്ള FM സ്റ്റേഷൻസ് അങ്ങനെയുള്ള കൂടുതലും വരണം. കാര്യം ഇനി TV എന്നുള്ള അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, കേട്ടോണ്ടിരുന്ന് ജോലി ചെയ്യാനേ പറ്റൂ. കേട്ടുകൊണ്ട് ജോലി ചെയ്യാനും പറ്റും, പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം. പക്ഷേ പാട്ടിന്റെ വിഷ്വൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ കൂടുതൽ FM സ്റ്റേഷൻസും അതുപോലുള്ള മ്യൂസിക് അവർക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് വരത്തക്ക രീതിയിലുള്ള വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഹിന്ദി പാട്ടിലൊക്കെയാണ് പണ്ട് കൂടുതൽ നമ്മൾ ഈ അക്കോർഡിയൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചേട്ടനെ കൊണ്ടൊരു ഹിന്ദി പാട്ട് എനിക്ക് ഒരാഗ്രഹം അതിൽ കേൾക്കണം എന്നുള്ളത്. ഏത് പാട്ട് വായിച്ചു തരാൻ പറ്റും? അങ്ങനെ ആദ്യം ചോദിക്കുന്ന ഹിന്ദി പാട്ട് ഞാൻ ക്യാ ഹുവ സെലക്ട് ചെയ്യാറുള്ളത്. ക്യാ ഹുവ എന്നുള്ള ഗാനം കേൾക്കാം. ഓക്കെ. അപ്പോൾ വേൾഡ് മ്യൂസിക് ഡേയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുമായി കൂടെയുള്ളത് ഞാൻ ദീപയാണ്. എന്നോടൊപ്പം ആലപ്പുഴ ഗോൾഡൻ ബീച്ച് സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ
ഓണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബിജു വർഗീസ്, ബി ചേട്ടനും സ്മിത ചേച്ചിയാണ്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സോങ്. താങ്ക് യു ബി ചേട്ടാ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കൊരു സോങ് വായിച്ചു തന്നു. മനോഹരമായിട്ട് ചേട്ടൻ അത് പ്ലേ ചെയ്തു. എനിക്ക് കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഇൻസ്ട്രുമെന്റ്. ഞാൻ ഇങ്ങനെ ഇത്രയും അടുത്ത് ഇത് ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹാർമോണിയം ഒക്കെ പഴയതുപോലെ ഇല്ല അല്ലേ നമുക്ക്? 1971 വരെ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതിന്റെ കാര്യം വെച്ചാൽ ഓൾ ഇന്ത്യ റേഡിയോ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിന് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. അങ്ങനെ ഏകദേശം 30 വർഷത്തോളം ഹാർമോണിയം നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയായിരുന്നു. ഈ മ്യൂസിക് ഡേക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ, അതെ, അങ്ങനെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുമായിട്ട് നല്ല സാമ്യമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അക്കോർഡിയൻ. കീബോർഡും അക്കോർഡിയനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർമോണിയവുമായിട്ട് നല്ല സാമ്യമുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഹാർമോണിയത്തിന്റെ പോലെ ബെല്ലോസും ഒക്കെ ഈ അക്കോർഡിയൻ ഉള്ളതാണ്. ഓക്കെ. അപ്പൊ കാരണം മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു പാട്ട് നടന്നാലും നമുക്ക് ഹാർമോണിയം അപ്പൊ തന്നെ ഇപ്പൊ അത്രത്തോളം അതായത് ഉണ്ടെങ്കിൽ പോലും കൂടുതൽ അധികം യൂസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ നെഞ്ചാർമോണിയം എന്നൊക്കെ ഇങ്ങനെ, ഇത് നെഞ്ചാർമോണിയം വായിക്കുന്ന ആർട്ടിസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി ഹാർമോണിയത്തിന്റെ ടോണും അക്കോർഡിയത്തിന്റെ ടോണും രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും കണ്ടാ ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റും പ്ലേയിങ് സ്റ്റൈലും വ്യത്യാസമാണ്. ഉദാഹരണത്തിന് നമ്മൾ കൊട്ടുന്ന ഇൻസ്ട്രുമെന്റ് എല്ലാം കൊട്ടുന്ന ചിലപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ചായിരിക്കും കൊട്ടുന്നത്. അതിപ്പോൾ ഡ്രംസ് നമ്മൾ കൊട്ടുമ്പോൾ ആ ഒരു ഡ്രംസ് കൊട്ടുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെണ്ട കൊട്ടുന്നത്. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്ച്വലി അതിൻ്റെ ഫീലും അത് പുറത്തു വിടുന്ന ടോണും ബാക്കിയുള്ള അതിൻ്റെ ആ ഒരു ഡൈനാമിക്സും ഒക്കെ വ്യത്യാസമാണ്. അതേപോലെ ഇതിൻ്റെ പ്ലേയിങ് സ്റ്റൈലിലും വ്യത്യാസമുണ്ട്. അത് ഹാർമോണിയം വായിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് അക്കോർഡിയൻ പറ്റത്തില്ല. ഹാർമോണിയത്തിന് വേറൊരു ഫീലും അക്കോർഡിയത്തിന് രണ്ട് ഫീലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ സംഗീതത്തിന് ഭാഷയില്ല, മതമില്ല, അല്ലേ? എല്ലാവർക്കും ആസ്വദിക്കാം. അത് ഏത് ഭാഷയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ ആസ്വദിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയാണ് സംഗീതത്തിനുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ സ്മിത ചേച്ചിയോട് ചോദിക്കുകയാണ്, വേറെ എന്തെങ്കിലും ലാംഗ്വേജിൽ പാട്ട് പാടാറുണ്ട്? ഇപ്പൊ ഹിന്ദി, ഓക്കെ, തമിഴ്, മലയാളം. നമ്മള് പ്രോഗ്രാംസിന് പോകുമ്പോൾ സാധാരണ പ്രിഫർ ചെയ്യുന്ന ഈ 3 ലാംഗ്വേജുകളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അറബി സോങ്സ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്. അറിയോ? ഇപ്പോ അറബി ഒന്നും അറിയില്ല, പക്ഷെ പാട്ടറിയാം. പാട്ട് പക്ഷെ പഠിച്ചിട്ട് അറബിയിൽ പാടും, പക്ഷെ അർത്ഥം ചോദിക്കരുത്, ആരും ചോദിക്കരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വെറൈറ്റി ആവട്ടെ, ഇന്ന് മ്യൂസിക് ഡേ അല്ല, അപ്പൊ ഒരു അറബി സോങ് ആയാലോ? ആയിക്കോട്ടെ, ഒരു അറബി സോങ് പാടാം. ഏതാണത്? സ്മിതയ്ക്ക് ഒത്തിരി അറബി സോങ്സ് അറിയാം, ഒത്തിരി പാട്ടുകൾ. അത് പഠിച്ചതിന്റെ കാരണത്തിൽ പട്ടുറുമാൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം TV-ക്കകത്ത് തുടരുന്നത്, പട്ടുറുമാൽ കൈരളിക്കകത്ത്. അപ്പം ഇവരുടെ ടീമിനാണ് അന്ന് 3ാം സ്ഥാനം കിട്ടിയത്. അന്ന് ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ അല്ല, പ്രൊഫഷണൽസിന്റെ ടീം വൈസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. ഓ, അത് ശരി. അതിന് വേണ്ടിട്ട് കുറെ സോങ്സ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറെ സോങ്സ്, മാപ്പിള പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ പഠിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു അറബിക് സോങ് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് അറബിക് സോങ് കേൾക്കാം. ഓക്കെ. تغيرتالي يا نظر والدا مه كل هم مزاير دي يا تبتب بدلدا يا يقول لنا تغيرتالي يا نظر والدا مه كل هم مزاير دي قولوا له انا برد ساعتي هلا ورث المرأة بلايني من كده കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4-ൽ വേൾഡ് മ്യൂസിക് ഡേയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി സ്മിത ചേച്ചി ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ
ഗോൾഡൻ ബീറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ അവരെ രണ്ടുപേരും, അതായത് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന നമ്മുടെ ബിജു ചേട്ടനും അതുപോലെ വൈഫ് സ്മിത ചേച്ചിയും, രണ്ടുപേരുടെയും അസാധ്യമായിട്ടുള്ള കഴിവുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പാട്ടുകൾ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അയ്യോ ഈ പാട്ടൊന്ന് പാടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ബിജുചേട്ടാ, പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പൊ ഫാമിലിയൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണ് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു വീട്ടില്, അപ്പൊ അങ്ങനെ ഒഴിവ് സമയങ്ങൾ നിങ്ങൾക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്മിത ചേച്ചി? ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർക്കസ്ട്രയുടെ അവിടെ പോകണം, പ്രാക്ടീസ് ചെയ്യണം. പണ്ട് കാലത്ത് അങ്ങനെയാണ്. അതിനായിട്ടൊരു പ്രാക്ടീസിന് ഒരു ദിവസം ഇടുകയും എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആവുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അത്രയും അതിനുള്ള സമയവും ഇല്ല. എല്ലാവരും ഒരുമിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവനവന്റെ പോർഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ്. പിന്നെ ഒരു ദിവസം ചിലപ്പോൾ ട്രൂപ്പുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒറ്റ ദിവസം കാണും പ്രാക്ടീസ്. അത് എല്ലാവരും നോക്കിയിട്ട് വരിക, അവിടെ ജസ്റ്റ് നോക്കുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ പഠിക്കാനായിട്ടുള്ളൊരു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എന്നാലും ബീച്ചേണ്ട ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തരും അദ്ദേഹം. എനിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളാണ് കൂടുതൽ സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നോക്കി പറഞ്ഞു തരാറൊക്കെ ഉണ്ട്, കറക്റ്റ് ചെയ്ത് തരാറൊക്കെ ഉണ്ട്. നമ്മളൊരിക്കലും നമ്മളൊന്നും പഠിച്ചു തീരത്തില്ല. നമ്മൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ലിറിക്സ് ഒക്കെ എന്ത് കാണാതെ, ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും കാണാതെ അവരുടെയൊക്കെ ബ്രെയിൻ അത്രയും ഡെവലപ്ഡ് ആണ്. അത് മാത്രമല്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പഴയ പാട്ടുകളൊക്കെ എടുത്ത്, ഇപ്പൊ ജാനകിയമ്മയുടെ ഒക്കെ ആണെങ്കിലും പഴയ പാട്ടുകളൊക്കെ എടുത്ത് പാടുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ബുക്സ് ഒന്നും ഇല്ല. ഞാനൊക്കെ ഇപ്പോഴും ബുക്കും കൊണ്ടാ പോകുന്നത്. അറിയാമെങ്കിൽ പോലും ഒരു 1000 തവണ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ബുക്ക് ഫ്രണ്ടിൽ ഇരുന്നാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. അങ്ങനെ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയും നമ്മളെക്കാട്ടിലും ബ്രെയിൻ അവരുടെ ഡെവലപ്ഡ് ആണ്. ശരിക്കും നമുക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. പുതിയ ജനറേഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു തോന്നല്. കാര്യം അത്രയും അഡ്വാൻസ്ഡ് ആണ് അവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്രെയിൻ ഉള്ള പിള്ളേരാണ്. കാര്യം അങ്ങനെ അത്രയും ഓർത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അന്നത്തെ ഉള്ള കാലത്തെ ഉള്ള പാട്ടുകൾ പോലും വല്ലപ്പോഴും കൂടെയാണെന്ന് സിനിമ ഇറങ്ങുന്നത്. അതിന്റെ ബീജിയും അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ബീറ്റ്സ്, ഈ ഇന്റർലൂഡും പ്രിലൂഡും ഒക്കെ നമ്മൾ പഠിച്ച് ഇരുന്നിട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പാട്ട് വരുമ്പോഴത്തേക്ക് മറ്റേതിനെ കുറിച്ച് സംശയമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. അവർക്ക് അതൊക്കെ ഓർത്തിരിക്കാനും അതുകൊണ്ട് തന്നെ അവരുടെ സിലബസ് ഇത്രയും കൊടുത്താൽ പോരാ, ഇതിൽ കൂടുതൽ സിലബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ, എനിക്ക് തോന്നുന്നു, അതൊക്കെ പഠിച്ച് പാസ്സാകുന്ന പിള്ളേരാണ്. ബ്രെയിൻ ഇപ്പൊ ഒരുപാട് പണ്ടത്തെ പോലെ അല്ല. കുട്ടികൾ പെട്ടെന്നല്ല, നല്ല ഐക്യമുള്ള കുട്ടികളാണ്. അപ്പൊ ഇനിയിപ്പോ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പം ഇത് കേൾക്കുന്ന ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് സോങ് ആഗ്രഹിക്കുന്നുണ്ടാവും. സ്മിത ചേച്ചി പാടി കേൾക്കണം. ഇപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് നമ്മൾ കേട്ടു. അപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ ആയാലും ചെയ്യാം. ഏതാണ്? ഞാനൊരു പഴയ ഹിന്ദി സോങ് തന്നെ പാടും, ഫാസ്റ്റ്. അത് ഇപ്പോഴും സ്റ്റേജുകളിൽ പോകുന്നതാണ്. എല്ലാവരും ചെല്ലുമ്പോൾ എല്ലാ സ്റ്റേജുകളിലും, മിക്ക സ്റ്റേജുകളിലും എല്ലാവരും ചോദിക്കുന്ന ഒരു സോങ് ആണ്. ജൂം 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 ബാബ എന്ന് പറഞ്ഞ ഹിന്ദി പഴയ പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിക്കാം. നോക്കാം. ഓക്കെ. Dance, dance, let's dance. Dance, dance, let's dance. ये रात में जो मजा है, मजा ये कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमता ही जा रहा है. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा है. ये रात में जो मजा है, मजा ये कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमता ही जा रहा है. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा.
खुश नसीब वो है जिसकी बाहों में है कोई डांस डांस। है दिल में ख्वाब जाग जाग है निगाह कोई कोई डांस डांस। आज खुश नसीब वो है जिसकी बाहों में है कोई डांस डांस। हम जवां है तुम जवां हो दिल जवां है धड़कने जवां। हम जवां है तुम जवां हो दिल जवां है धड़कने जवां। झूम 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 बाबा झूम 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 बाबा झूम 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 बाबा है। ये रात में जो मजा है मजा ये कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता है जा रहा है। झूम 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 बाबा झूम 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 बाबा झूम 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 बाबा है। ഹായ്, ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ. RJ ദീപയോടൊപ്പം ഇന്ന് ആലപ്പുഴ ഗോൾഡൻ ബീറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും ഞാൻ സ്മിത, കൂടെ എൻ്റെ ഹസ്ബൻഡ് ബിജു ജവർഗീസ്. ഓക്കെ, അപ്പോൾ അടിപൊളി പാട്ടൊക്കെ കേട്ട് ക്ഷീണിച്ചോ? പാട്ടൊക്കെ പാടി ക്ഷീണിച്ചില്ല, ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. മ്യൂസിക് എപ്പോഴും നമുക്ക് സന്തോഷമാണ് തരുന്നത്. അതെ അതെ, അപ്പൊ അത് എത്ര നേരം ചെയ്താലും നമുക്ക് ഇഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സങ്കടമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ, ഒരു ഫ്ലൂട്ട് എടുക്കുകയോ ഒന്ന് കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയി അല്ലേ, ഭയങ്കര പോസിറ്റീവ് ആവും. ഇപ്പൊ സ്റ്റേജിലൊക്കെ ഒരേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സ്റ്റേജിലൊക്കെ നമ്മളിപ്പം പെർഫോം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ പാട്ട് പാടുക ആ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ എല്ലാം ഓക്കെ ആയിരിക്കും. അതോ നമുക്ക് ഓൾമോസ്റ്റ് പാട്ടുകളും എല്ലാവരും നോക്കി വെക്കുമല്ലോ, ജനം ചോദിക്കാൻ സാധ്യതയുള്ള പാട്ടുകളെല്ലാം നമ്മൾ നോക്കി തന്നെ വെക്കാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ആരെങ്കിലും നമ്മുടെ അടുത്ത് പാട്ട് പാടാൻ വരുമ്പോഴത്തേക്ക് അവർ ആക്ച്വലി അതിന്റെ 4 ലൈൻ കേട്ടാൽ പോലും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഒരു സൈക്കോളജി ഇതിന്റെ അകത്തുണ്ട്. കാര്യം അവർ പറയുമ്പം അവർക്ക് അത് ഫുൾ സോങ് പല്ലവി അനുപല്ലവി ചരണം അതിന്റെ ഓർഡറിൽ അങ്ങനെ ഫുള്ളായിട്ട് പാടണമെന്നൊന്നും അവർക്കില്ല. അവർക്ക് ചിലപ്പോൾ നമ്മൾ ലാലാലാ എന്ന് വെച്ച് കൊടുത്താൽ പോലും അവർ ഹാപ്പിയാ. അതെ അതെ, സത്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. എനിക്ക് ഒരുപാട് സന്തോഷം, രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആണ്. അപ്പം രണ്ടുപേരുടെയും കൂടി ഒപ്പം ഇത്രയും നേരം പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മളും പോസിറ്റീവായി, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരും. അപ്പോൾ ലാസ്റ്റ് ഇപ്പം മ്യൂസിക് ഡേ ആണ്. അപ്പം നമ്മുടെ സംഗീതം സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല, പാട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അപ്പം എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത് ഞങ്ങൾ പാട്ടിൽ കൂടെ പാടി കേൾപ്പിക്കാം. അതാണ്, എല്ലാം പാട്ടാണ്. ചേട്ടൻ എന്ത് പറഞ്ഞാലും പാട്ടാണ്. പെർഫെക്ഷന്റെ ഉസ്താദാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ വന്ന് ഒരു എന്തെങ്കിലും ഇത്തിരി ഇല്ലില്ല ഒന്നോടെ എന്ന് പറഞ്ഞിട്ട് അത്രയും അല്ലേ, അങ്ങനെയാണോ വീട്ടിലെല്ലാ കാര്യവും? എല്ലാത്തിലും ഇങ്ങനെ അതിന്റെ അൾട്ടിമേറ്റ് ഇങ്ങനെ പുള്ളിക്ക് കാണണം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ അത് നിർത്തുള്ളൂ. അത് സ്മിത ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഓക്കെ ആവണം. ഇനി എത്ര സമയം പോയാലും ആ ഒരു പെർഫെക്ഷൻ അങ്ങനെ മുന്നോട്ട് പിടിക്കുന്ന ഒരാളാണ് ബി ചേട്ടൻ. അപ്പൊ എന്തായാലും ഈ ഒരു ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാവും. ആ ഒരു സ്കൂൾ എത്രയും നല്ലതാക്കണം, അതൊക്കെ നന്നാവട്ടെ. കാരണം സംഗീതമാണ് കൂടെ ഉള്ളത്. അപ്പൊ മ്യൂസിക് നമ്മളോട് കൂടെ ഉള്ളപ്പം ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അത് അത്രയും സന്തോഷത്തോടു കൂടി ലൈഫും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ രണ്ടുപേരുടെയും. പോസിറ്റീവായിട്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇപ്പൊ ബി ചേട്ടനെയോ അല്ലെങ്കിൽ സ്മിത ചേച്ചിയോ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്? ഓൺലൈൻ ക്ലാസ്സിനോ? നമ്മുടെ ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ കുറേ റീൽസ് ഒക്കെ പിള്ളേരൊക്കെ വായിച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, യൂട്യൂബിലും കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് പോയി സെർച്ച് ചെയ്താൽ മതി അല്ലേ. ഗോൾഡൻ ബീറ്റ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് ആലപ്പുഴ. ഓക്കെ, ഒരുപാട് സന്തോഷം. ആലപ്പുഴക്കാർ തന്നെ, പ്രത്യേകിച്ച് ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം രണ്ടുപേരെ എനിക്ക് കിട്ടിയതിലും അതിലേറെ സന്തോഷം. അപ്പൊ നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഞാൻ പേര് പറഞ്ഞ് തന്നെ എല്ലാവർക്കും ഇപ്പൊ കാണാപ്പാടാണ്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വേൾഡ് മ്യൂസിക് ഡേയോടനുബന്ധിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ഗോൾഡൻ ബീറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ആലപ്പുഴയിലെ ബിജു ചേട്ടനും സ്മിത ചേച്ചിയാണ്. ഒപ്പം ഞാൻ RJ ദീപ. അപ്പൊ എന്തായാലും ഒരു പാട്ടിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ, രണ്ടുപേരും കൂടി ഒരു ചെറിയൊരു പാട്ട്. तेरी आँखों के सिवा दुनिया में रखा क्या है? तेरी आँखों
के सिवा दुनिया में रखा क्या है। ये उठे सुबह चले, ये चुके शाम ढले, मेरा जीना मेरा मरना यही पलकों के तले। तेरी यादों के सिवा दुनिया में रखा क्या